എല്ലാ പ്രിയപ്പെട്ടവർക്കും രാഗമാലികയിലേക്ക് സ്വാഗതം. ഞാൻ ഐശ്വര്യ. ഞാൻ എഴുതിയ നീലാംബരി എന്ന നോവൽ അധ്യായം 14 തുടരുന്നു. രാവിലെ വളരെ വൈകിയാണ് ജഗന്നാഥക്കുറുപ്പ് ഉണർന്നത്. ആകെ ഒരു അസ്വസ്ഥത തോന്നി. എണീൽക്കാൻ ഭാവിക്കവേ കണ്ടു അരികത്തായി ചതഞ്ഞരഞ്ഞ ചേമ്പിൻതണ്ട് പോലെ അർത്ഥപ്രാണയായി അബോധാവസ്ഥയിൽ കിടക്കുന്ന ചേന്നൻ്റെ മകൾ കനക. ജീവൻ്റെ തുടിപ്പുകൾ ആ ശരീരത്തിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നും കണ്ടാൽ. ഒരു ഞെട്ടലോടെ അദ്ദേഹം ചാടി എണീറ്റു. എന്നിട്ട് ഉറക്കെ വിളിച്ചു, ചേന്നാ. ഭവ്യതയോടെ ചേന്നൻ ഓടിയെത്തി. അയാളുടെ ഉള്ളൊന്ന് പിടഞ്ഞെങ്കിലും പെട്ടെന്ന് അയാൾ കുറുപ്പിൻ്റെ മുന്നിൽ ഭവ്യത അഭിനയിച്ചു. എന്നിട്ട് പറഞ്ഞു, ലഹരിയിൽ അങ്ങ് ഇന്നലെ മോളെ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ജീവനാണ്, പക്ഷേ തരാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രാണൻ അങ്ങേക്ക് അവകാശപ്പെട്ടതല്ലേ. ചേന്നൻ കണ്ണീരൊപ്പി. കുറ്റബോധം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. ഒരു ഞെട്ടലോടെ അദ്ദേഹം ആ ചരട് കണ്ടു. പെട്ടെന്ന് അത് അഴിച്ചെടുത്തു. ഒരക്ഷരം ശബ്ദിക്കാതെ അദ്ദേഹം ആ കുടിലിൽ നിന്നും ഇറങ്ങി നടന്നു. ആ പോക്ക് കണ്ട് ചേന്നൻ പൊട്ടിച്ചിരിച്ചു. മാന്ത്രിക ചരട് ബന്ധിച്ചാണ് അയാൾ തൻ്റെ മകളെ. ഇനിയാണ് സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഇഞ്ചക്കൽ തറവാട്ടിൻ്റെ അവകാശി പിറക്കാൻ പോകുന്നത്. അതും ഈ കുടിലിൽ. ചേന്നൻ മതിമറന്ന് പൊട്ടിച്ചിരിച്ചു. പരിസരം മറന്ന യാന്ത്രികമായുള്ള നടപ്പ്. ആരോ മുന്നോട്ട് നയിക്കും പോലെ സ്വയം മറന്നാണ് നടക്കുന്നത്. നേരം സന്ധ്യ കഴിഞ്ഞു. വല്ലാതെ ദാഹിക്കുന്നു. അദ്ദേഹം കിഴക്കേ പാടത്തിൻ്റെ അരികിലെത്തി. ഒരു വെളിപ്പാടകലെ ഭവാനിയുടെ കൊച്ചു വീട്. നേരത്തെ ഇരുട്ട് പരക്കും. വീടിൻ്റെ വരാന്തയിൽ തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക്. അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ അറിയാതെ അവിടേക്ക് ചലിച്ചു. മുറ്റത്ത് ആളനക്കം കണ്ടതും വരാന്തയിൽ ഇരിക്കുകയായിരുന്ന ഭവാനിയുടെ മകൾ കാദംബരി തലപൊക്കി നോക്കി. ആളെ തിരിച്ചറിഞ്ഞതും ചാടി എഴുന്നേറ്റ് സ്നേഹത്തോടെ ഓടി അദ്ദേഹത്തിനരികിലെത്തി. പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയാൽ അദ്ദേഹം കയ്യിലിരുന്ന ചരടെടുത്ത് കാദംബരിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ഈ രംഗം കണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന ഭവാനിയുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. മന്ത്രശക്തിയാൽ അവളുടെ ചിന്തകൾ വഴിമാറി എന്നതാണ് യാഥാർത്ഥ്യം. രാത്രി ഭവാനി ഉറങ്ങാനായി മകളെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചു. അകലെ മലയടിവാരത്തെ കുടിലിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന സിദ്ധനൊന്ന് തലയാട്ടി. പിന്നെ അതിശക്തമായൊരു മന്ത്രം ജപിച്ചു. അതോടെ കുറുപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും തലേരാത്രിയിലെ സംഭവങ്ങളോ ചേന്നൻ്റെ കുടിലോ കനകം എന്ന പെൺകുട്ടിയും എല്ലാം മാഞ്ഞുപോയി. കാദംബരി എന്ന പെൺകുട്ടി മാത്രം ഒരു നിറദീപം പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു. മാസങ്ങൾ വളരെ വേഗം ഓടിമറഞ്ഞു. കാദംബരി പൂർണ്ണ ഗർഭിണിയാണ്. ഇഞ്ചക്കൽ തറവാട്ടിൽ ആരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. കുറുപ്പദ്ദേഹം സദാസമയവും കാദംബരിയെ സംരക്ഷിച്ചു പോന്നു. കാദംബരിയെ ഇക്കാലം അത്രയും വെളിയിലിറക്കിയിരുന്നില്ല. രാത്രികാലങ്ങളിൽ അവരുടെ സംരക്ഷണത്തിനായി വിശ്വസ്തനായ ഭൃത്യനെ നിയോഗിച്ചിരുന്നു. ചേന്നനെ പിന്നീട് ഇഞ്ചക്കൽ തറവാട്ടിലേക്ക് കണ്ടതുമില്ല. അയാളെ അന്വേഷിക്കാൻ കുറുപ്പദ്ദേഹത്തിന് തോന്നിയിട്ടുമില്ല. അന്നൊരു വെളുത്തവായിരുന്നു. പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്ന നേരം. ആ വീടിൻ്റെ കൊച്ചുമുറിയിൽ ആകെ പരീക്ഷണയായി കാദംബരി ചോരയിൽ കുളിച്ച് പിടയുകയാണ്. ദൂരെ നിന്നും കൊണ്ടുവന്ന വയറ്റാട്ടി അകത്ത് കിണഞ്ഞ് പരിശ്രമിക്കുന്നു. 2 ജീവനുകളെ രക്ഷിച്ചെടുക്കണം. പുറത്ത് അസ്വസ്ഥനായി കുറുപ്പദ്ദേഹം. അവളോടുള്ള സ്നേഹം, വാത്സല്യം, ഉത്കണ്ഠ, പേടി എല്ലാം ആ മുഖത്ത് കാണാം. ഒടുവിൽ ഒരു നീണ്ട നിലവിളിയോടെ കാദംബരി പൂർണ്ണചന്ദ്രശോഭയുള്ള ആ പെൺകുഞ്ഞിന് ജന്മം നൽകി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കാദംബരിയെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. അവൾ എന്നേക്കുമായി പോയി കഴിഞ്ഞിരുന്നു. കുഞ്ഞിനെ കൈനീട്ടി വാങ്ങുമ്പോൾ ജഗന്നാഥക്കുറുപ്പെന്ന വലിയ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് നേരിയ ഇരുട്ടിൽ ആരും കണ്ടില്ല.